ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ യുഡിഎഫിന് മിന്നും ജയം. UR പ്രദീപ് ചേലക്കര ഉറച്ച ചെങ്കോട്ടയായി നിലനിർത്തി. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്നത്. ഏവരും ഉറ്റുനോക്കിയ പാലക്കാട് വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ടും ഉദ്വേഗം നിറഞ്ഞതായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ദിനത്തിലും എല്ലാ ശ്രദ്ധയും പാലക്കാടായിരുന്നു. നഗരസഭയിലെ കൽപ്പാത്തി മുതൽ എണ്ണിത്തുടങ്ങിയ ആദ്യ റൌണ്ടിൽ തന്നെ സസ്പെൻസിന് വിത്തുപാകി. ആദ്യ റൌണ്ടിൽ BJP പ്രതീക്ഷിച്ച ഭൂരിപക്ഷം 2200-ലധികം. ലഭിച്ചത് 1057 വോട്ട് മാത്രം. എന്തായാലും സി കൃഷ്ണകുമാറിന് ലീഡുണ്ട്. 1057 വോട്ടുകളുടെ ലീഡ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് കൃഷ്ണകുമാറിന്. ഇനി 4-5 റൗണ്ടുകളിൽ ഈ ലീഡ് ഉയർത്താൻ പറ്റിയാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. എന്തായാലും ആദ്യ 5 റൗണ്ടെങ്കിലും ലീഡ് നിലനിർത്താമെന്ന് കണക്കുകൂട്ടിയ BJPക്ക് രണ്ടാം റൗണ്ടിൽ വോട്ട് ചോർച്ച മണത്തു. ലീഡ് 798 കുറഞ്ഞു. മൂന്നാം റൗണ്ടിൽ UDFന് 708 വോട്ട് അപ്രതീക്ഷിത ലീഡ്. അതെ, രാഹുൽ 708 വോട്ടുകളുടെ ലീഡ്. മൂന്നാം റൗണ്ടാണ് കിട്ടുന്നു. UDF നാലാം റൗണ്ടിലും ലീഡ് ഉയർത്തി. ഇതോടെ UDF ക്യാമ്പിൽ ആഘോഷത്തിന് തുടക്കം. അഞ്ചാം റൗണ്ടിൽ വീണ്ടും ട്വിസ്റ്റ്. മൂത്താൻതറ തുണച്ചതോടെ BJP വീണ്ടും മുന്നിൽ. വീണ്ടും മാറുന്നു. പാലക്കാട് നടക്കുന്നത് എന്ത് തരം സസ്പെൻസ് ആണ്? ഒറ്റ മിനിറ്റിനുള്ളിലാണ് മാറുന്നത്. 963 വോട്ടിന്റെ ലീഡിന് പക്ഷേ അധികം ആയുസ് ഉണ്ടായില്ല. 11ാം റൗണ്ടിൽ മാത്രമാണ് സരിന് LDF വോട്ടുകൾ ഉയർത്താനായത്. മാത്തൂരും കണ്ണാടിയിലും പ്രതീക്ഷിച്ച 4000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFന് കിട്ടിയില്ല. ഇടതുമുന്നണി ഈ തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു സരിൻ. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സാധ്യത നമുക്ക് മുന്നിലേക്ക് വരും. അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ രണ്ടാമത്തെ റൗണ്ട്, ഞാൻ പറയുന്നു അതിനിർണായകമായ 2 റൗണ്ടുകളുണ്ട്. ആദ്യത്തെ 5 റൗണ്ടിൽ 4ഉം 5ഉമാണ്. അത് പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ 5 റൗണ്ടിനപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത് മുഴുവൻ എണ്ണുന്നത്. എന്നിട്ടും ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ആ ഒരു ട്രെൻഡോ പാറ്റേണോ തന്നെ പുലർത്താനാണ് പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലൊക്കെ സാധ്യത. എല്ലാ കണക്കുകൂട്ടലും തകർത്ത രാഹുൽ മുന്നേറ്റമാണ് ആദ്യ മണിക്കൂറിന് ശേഷം കണ്ടത്. പാലക്കാടിന്റെ വലിയ വിജയമാണ്. പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ലേ. പടലപ്പിണക്കം മുതൽ വോട്ട് ചോർച്ച വരെ ആത്മപരിശോധനയിലേക്കാണ് BJP. ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞങ്ങൾ മാറ്റും. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. പാർട്ടി ചിഹ്നമില്ലാതെ ഇറക്കിയ ഡോക്ടർ P സരിന് കഴിഞ്ഞ തവണത്തെക്കാൾ വെറും 860 വോട്ട് മാത്രമാണ് കൂടുതൽ നേടാനായത്. പാലക്കാട്ടെ LDFന്റെ പുതിയ രാഷ്ട്രീയ പരീക്ഷണം പാളി. ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ റെസ്പോൺസിൽ പ്രതീക്ഷ അർപ്പിച്ചാണ്. അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഒരു ഡിസ്ക്ലെയിമർ പോലെ. ഇതൊക്കെ തെറ്റാം. ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. ന്യൂസ് ഡെസ്ക്, News 18.